തന്നെ കാണാൻ ദിവസം ഇവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലവലാതി. അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കോ? അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. ഗോപാലകൃഷ്ണ, ഇയാളുടെ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തരോ? അടിയന്തരം അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തരം ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്. അവര് തിന്നിട്ടേ. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ, ഇത്തിരി പൂന്തോട്ടി പറിക്കാൻ വന്നതാ മക്കളെ. ഒരു പതിവ്രതകള്. ഇതെന്നത്? വെള്ളം. അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണം നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, പുഡിങ്, ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞ തന്തയിലാത്ത കസ്റ്റാർഡാ. അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട. അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്ത് മീൻ എവിടെയാണ് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. അയ്യോ. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ല. അത് പോട്ടെ, അവന്മാരങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടെ നിന്ന് കൊലപാതകയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ? ഇന്നലെ രാത്രി ഇയാളെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. അതേനെ. വെറുതെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അത് തനിക്ക് എങ്ങനെ അറിയാം? എന്റെ ബന്ധു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് വിചാരിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ. ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള്. എന്നെ കണ്ടതും അവര് അയ്യോ ഇതെന്താണ്? മാറ്റിനി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കുറെ വാങ്ങിച്ചതല്ലേ? ഒറ്റയ്ക്കല്ലേ വാങ്ങിച്ചത്? ഒറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി. എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ, നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. പിന്നാലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഇത്രേ ഓട്ടുണ്ടെങ്കിൽ വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചു. കുട്ടൻ എവിടുന്ന് കിട്ടിയടാ അതൊക്കെ? അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലൊടിച്ചല്ലേ. അപ്പൊ അതൊക്കെ പറ, അയാള് കേക്കും. അവൻ കേട്ടോട്ടെ. കേട്ടോടോ,
ഞാൻ പണ്ട് ഇയാളുടെ ശിഷ്യനായിരുന്നു. പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അവസാനം തല്ല് കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തികേട് കാരണം നാട്ടുകാർ തല്ലു ഓടിച്ചത് തന്നെയാ. അല്ല, ഒരു കണക്കിന് അത് നന്നായി. അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയില്ലോ. മേജറാ? ആ, മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലാ. എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? ആ, നീ ആരാന്നാ പറഞ്ഞത്? മേജർ കുക്ക്. ഞാൻ ക്യാപ്റ്റൻ കുക്ക്. അന്ന് ഗോപാലകൃഷ്ണനും ഞാനും തമ്മിൽ പിരിഞ്ഞതാ. പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. Where is my son ഗോപാലകൃഷ്ണൻ? മേരാ ബേട്ട കഹാം? ആ, ദേ ഗോപാലകൃഷ്ണൻ വന്നല്ലോ. ഓ മൈ സൺ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്നും തീവണ്ടി. നിങ്ങളിപ്പോ എന്തിനാ കെട്ടിയെടുത്തേ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല, കെട്ടിയെടുത്തെന്തിനാന്ന്? ഇതൊക്കെ അവിടെ നീട്ടി. പതുക്കെ പറ, ഞാനിപ്പോ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ, പട്ടാളത്തിൽ കുക്ക്. പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട. നീ തിരുത്തൽവാദിയൊന്നും അല്ലല്ലോ. കുറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്ന് വിലസെട്ടറാ. അത് ശരി. അപ്പൊ സ്ഥിരാക്കുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ച് വർത്താനം പറയട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. നിങ്ങളുടെ പഴയ വൃത്തിയുടെ സ്വഭാവമൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവര് ഞെട്ടും പൊട്ടും ഒരു ചവിട്ടി കൊട്ടയിലൊക്കെ. ഞാനിവിടെ വളരെ ഡീസന്റ്. ഒരു ചെറ്റയ്ക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. വേണ്ട വേണ്ട. അവരെ കണ്ട അച്ഛനും മകനുമാണെന്ന് തോന്നൂല, സഹോദരന്മാരാണെന്നേ തോന്നൂ. ഈ കൈ നടിച്ചേ അതിങ്ങനെ പിടിച്ചാ മതി. നിങ്ങളോട് എന്റെ അച്ഛനാന്നാ പറഞ്ഞിരിക്കുന്നേ? നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ചാ അച്ചാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ചാ അച്ചാന്ന് വിളിച്ചാ മതി. അയ്യടാ, നിന്റെ മാനം പോണ്ടെങ്കിൽ നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളിക്ക്. അച്ഛാ അച്ഛാ. ആ, മകനേ മകനേ മകനേ. ഇത് പിന്നെ എവിടെ പോയി? ഇതിന്റെ പിന്നിലെങ്ങാണ്ടോ നോക്കട്ടെ. ഇതെനിക്ക് എവിടെ ഒളിപ്പിച്ചു വെച്ചു? ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. ഇല്ല. ആ, അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും. ഇനിയിപ്പ എന്താ ചെയ്യാ? ആ, എടാ, അയ്യോ നിന്നെ ഞാൻ അയ്യോ അടിച്ച് കൊല്ലൂടാന്ന് അയ്യോ ഏ? അമ്പലം ഞാൻ കത്തായിത്തു. അയ്യോ, തല്ലല്ലേ തല്ലല്ലേ. മാറൂ. എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാച്ച് പിടിച്ച നീ തള്ളനെന്ന് ഞാൻ കൊല്ലും. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഇത് ആരാ നിന്റെ? എന്റെ ഭാര്യ. നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രശ്നമാക്കും. അയ്യേ, ഇത് മുത്തശ്ശിയാ. അതാ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഐ ആം ക്യാപ്റ്റൻ KG നായർ. ഗോപാലകൃഷ്ണന്റെ പറയടാ. അച്ഛ. അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ. അത് പിന്നെ അമ്മയാവില്ലല്ലോ. യു ആർ വെരി ഗുഡ്. മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ. ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. 503 സ്പീക്കിംഗ്. 503 സ്പീക്കിംഗ്. ഓവർ. 007 സ്പീക്കിംഗ്. ഓവർ. ഞാൻ പോന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ? ഏ ചോടോ, ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില്? 25 ഉള്ളൂ സാർ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി? ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ. എത്ര എണ്ണം ചുട്ടു? 25 എണ്ണം ചുട്ടു. ഛേ, എടാ, ഒരു 50 എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ടു തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ. എന്താ എണ്ണം കുറയാൻ കാരണം? സാറേ, ഗ്യാസ് എത്താൻ വൈകി. എടാ, നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ? ഒഴിച്ച് കത്തിച്ചൂടെ? എന്താടാ ഒരു ശബ്ദം? ഈ ശബ്ദല്ലേ? അതൊരു കോഴിയാണ് സാർ. ഇതുവരെ കൊന്നില്ലേ? എന്നെ കൊല്ലാനാ? അയ്യോ, കൊല്ലാൻ കത്തി കിട്ടിയില്ല. എടാ, ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റുമോ? ഈശ്വര രക്ഷിക്കണേ. സാറേ, കത്തി കിട്ടിട്ടോ? എങ്കി ഉടനെ കാച്ചടാ. എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഇതേതാ ഈ സാധനം?
അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. ആ പോരട്ടെ പോരട്ടെ. ആ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ. ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ? ഞാൻ താഴ്ത്തിക്കിടട്ടെ. വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട അതന്നെ. കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഓ വലുത ബന്ധുക്കൾ. കാമുകൻ കാമുകിയാണ്. കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു. കാമുകി സാരമില്ല, എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി. നല്ല തമാശ. ഞാനന്ന് ലിഫ്റ്റിൽ വെച്ച് എന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല. അച്ഛൻ എന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അകറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ. അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങേരെ തല്ലിയപ്പുണ്ടല്ലോ, എന്റെ കാലം അന്ന് തരിച്ചു വന്നതാ ഒറ്റ ചവിട്ട് കൂട്ടാൻ. വൃത്തികെട്ട തള്ള. അതിന്റെ മോന്ത കണ്ടാ മതി പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാമ്പോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലവരുടെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തിങ്ങനെ ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കുമല്ലോ, അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴിഞ്ഞെടുത്ത്. എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. ഇതൊക്കെ കോളേജ് കേസാ. പോയി എനിക്ക് ബസ് കാണാം. തിരക്കില്ലല്ലോ. ബോർഡ്. ആഹാ ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ. നിർത്തിയിട്ടവൻ. ആഹാ ഫേസ് കാണാൻ പറ്റണില്ല പിശാചുക്കളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറടങ്ങാൻ. അതുണ്ട്. ഓ ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്ച്? ഞാനാ. ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ, ഭയങ്കര ബോറ. അതെ മതി. അതെ ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാൻ ഒരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ദേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. ദേ അവള് മിക്കവാറും വീഴും ട്ടോ. ശരിയാ, ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ്, ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ, കോളേജ് വിട്ടു. ഡാ നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടെ ഒന്ന് കറങ്ങിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ? ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര് ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. ആ എന്താ ഇത്? സോഡ. അത് മനസ്സിലായി. എന്തായി കാണിക്കണേന്ന്? ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ. ഡൈലൂട്ട്? അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ? ചിയേഴ്സ്. ഓ, ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത്, സംജാ? ഒഴിക്ക്. ഒഴിക്കേ. കേട്ടോ മിസ്റ്റർ നായർ? ഞാൻ നായരല്ല, അച്ചായനാ. പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒഴിക്ക്. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ. കഴിക്ക്. ഓ താങ്ക് യു. ഒഴിക്ക്. മോനെ, അച്ചായന്റെ സൽക്കാര നന്നായി. പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല. മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ? നീ വലിയ മാന്യനാവണ്ട. അച്ചായനും നീ ഒരുപോലെ എനിക്ക്.
ദേ എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം. അങ്ങനെ കണ്ട എന്താ കുഴപ്പം? ഒച്ച വെക്കല്ലേ, അവിടെ ഇവിടെ ആൾക്കാരുള്ളതാ. ഇവിടെ വേറെ ആൾക്കാരെ ഇവിടെ ഇവിടെ അല്ല, അപ്പുറത്തെ ഫ്ലാറ്റില്. ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗമില്ല. നിനക്കും അതുപോലെ തന്നെയല്ലേ? പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ബാ. അയ്യേ, എന്താ ഇത്? ഞാൻ നാണം മറച്ച നാണല്ലേ തന്ത. ആരത്? ഞാനല്ല, നീ പോയി നോക്ക്. ആ അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ. ഓ. ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിക്കണവിടെ 10-60 വയസ്സായി, എന്നിട്ട് കൊച്ചു പിള്ളേരുമാരി നിക്കറിട്ട് നടക്കുക. നാനുണ്ടോ? പോയി മുണ്ടെടുത്ത് കൊടുക്ക്. എന്താ? പോയി മുണ്ടെടുത്ത് കൊടുക്കാൻ. എന്താണ്? നിങ്ങളുടെ മകനാ ബോർനെന്ന് ഞാൻ കരുതിയിരുന്നേ, പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർനെന്ന്. മിണ്ടരുത്. സ്റ്റോപ്പ് ഇറ്റ്. മുത്തശ്ശി, ആ ചെറ്റപ്പെണ്ണ് ഇപ്പൊ എന്താ പറഞ്ഞു പോയത്? ദേ എന്റെ ഭാര്യ കയറി ചെറ്റാന്ന് വിളിച്ചിട്ടില്ല, കടിച്ച മോന്തയുടെ ഷേപ്പ് വെച്ചു. എന്താണ്? എന്തായി കാണിക്കണേ? അച്ഛനും മോനും കൂടി ഉമ്മ വെച്ച് കളിക്കുക. അമ്മമ്മ കൂടണ്ട. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനുണ്ടോ നിനക്ക്? ആഭാസൻ. അല്ല അമ്മമ്മ, ഉമ്മ ഞാൻ അല്ല. പൂടി. ഞാനുണ്ട്. ഛേ, ഇതാ പറഞ്ഞത്, ഒരു നല്ല ഐഡിയയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. എന്താണ്? അകത്ത് കയറരുത്, അകത്ത് കയറരുത്. ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത്? എന്റെ ഒരു മാസത്തെ കോട്ട മുഴുവൻ ഇയാൾ ഒറ്റ ഇടുപ്പിന് തീർക്കുമല്ലോ എന്റെ കർത്താവേ. ദരിദ്രവാസി. എന്താ പെറുപിറുക്കണേ? പ്രാർത്ഥിക്കുമായിരുന്നേ. അത് വളരെ നല്ലതാ. അല്ല, വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ബിയർ ഉണ്ട്, ഏതാ വേണ്ടെന്ന് വെച്ചാ? ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ, അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് വേറെ ചിന്തിക്കാൻ. ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര തലവേദന, 2 അടിച്ച ശരിയാവും. എന്താ ഒരു ശബ്ദം? ബോംബ്! ഫിർ ഭി ബച്ച് ഗയാ സാലാ. ആ ആ ആ. ട്രൗസർ കീറിയെന്നാ തോന്നണേ. അച്ചായാ, എന്താ, എന്ത് പറ്റി? അനക്കമില്ലല്ലോ. ഞാൻ ആംബുലൻസ് വിളിക്കാം. വരൂ വരൂ വരൂ. കർത്താവേ, നീ കുഞ്ഞാടിനെ രക്ഷിക്കണമേ. മെല്ലെ എടുത്തോളൂ. പൊങ്ങട്ടെ എടുക്കുന്നേ. പൊങ്ങട്ടെ പൊങ്ങട്ടെന്നേ. അതെ, ഇത് പൊങ്ങട്ടെ. നിങ്ങൾ വിചാരിച്ച നടക്കില്ല. നല്ല കട്ടപ്പാര എടുത്തിട്ടു അച്ചല്ലേ. ശരി. ഇനി ക്രെയിൻ വേണ്ടി വരും. വേറെ ഇരുമ്പ് സ്ട്രെച്ച് കൊണ്ടുവാടാ. കൊണ്ടുവരുന്നു. നിക്ക്, ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല. ആഹാ. അടിയിൽ വെക്ക്. അങ്ങനെ പോട്ടെ. തലക്കടി വെച്ചല്ലോ. ഇനി ഇത് നടുവിന്. ഇത് മുട്ടിനടിയിൽ. ഇനി വലിച്ചോ. തള്ളി വിട്. 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 ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം.
അയ്യോ ഈശോയെ ഇനി എന്താ ചെയ്യാ ജീസസ് ഹെൽപ്പ് മീ മാൻ